ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് ഡെർബി. ഒരു ആക്ഷൻ കോമഡി റൊമാൻറ്റിക് മൂവിയാണ്. ഒരു 2.25 മണിക്കൂറാണ് ഈ മൂവിയുടെ ലെങ്ത് വരുന്നത്. ഇതിലെ ലീഡിങ് റോൾ ചെയ്തിരിക്കുന്നത് ആദം സാബിക്ക്, പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയ ജസ്ന, അല്ലമി, സാഗർ സൂര്യ ഉണ്ട്. അങ്ങനെ ഒരു കോളേജ് ക്യാമ്പസ് ജീവിതം കാണിച്ചു പോകുന്നൊരു മൂവിയാണിത്. സജിൽ ആണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് മൂവിയിൽ കാണിച്ചു പോകുന്നത്. അതായത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഫസ്റ്റ് ഇയറിൽ കുറച്ച് പിള്ളേർ വന്ന് ചേരാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആയിട്ടുള്ള കുറേ അലമ്പ് ഫൈറ്റ് സീനുകൾ, പിന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ചെറിയ 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 കോമഡീസ്, അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് അങ്ങനെ സിമ്പിളായിട്ട് പോകുന്നൊരു മൂവിയാണ്. കുറച്ച് മുന്നേ ഒരു കോളേജിൽ ഓണ സെലിബ്രേഷന് ഹെലികോപ്റ്റർ ഓടുന്നില്ല, അതേപോലത്തെ പരിപാടിയൊക്കെ ഇതിൽ ഇവർ ചെയ്യുന്നുണ്ട്. ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കോളേജ് ലൈഫാണ് ഇതിൽ കാണിച്ചു പോകുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും സീരിയസ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു കോളേജ് ക്യാമ്പസ് മൂവി എന്നതിലുപരി അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനതിൽ കാര്യമായിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ക്യാമ്പസ് മൂവീസൊക്കെ പോലെ തന്നെയാണ്. പല പല മൂവീസ് നമുക്ക് ഓർമ്മ വരും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, ഒരു ക്യാമ്പസിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു പോകുന്നു. അത്ര അടിപൊളി മൂവി എന്നൊന്നും പറയാനില്ല. ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ചെറിയ ചെറിയ കോമഡീസ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ അമീൻ ഉണ്ട്. അമീൻ തുടക്കത്തിലൊരു വളരെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടർ അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ആള് സ്കോർ ചെയ്യുന്നത് നന്നായിട്ട്. പിന്നെ സാഗർ സൂര്യ അധികം ഇല്ല, മൂവിയുടെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. പക്ഷെ ഇൻ്റർവെല് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ചെറിയൊരു സ്പേസ് ആള് നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സാഗർ സൂര്യയുടെ ക്യാരക്ടർ ഒരു ഇവരുടെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അമീൻ്റെ ഗ്യാങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഗ്യാങ്ങിലാണ് നമ്മുടെ സാഗർ സൂര്യ. അപ്പോൾ പിന്നെ കോളേജ് പ്രായമായതുകൊണ്ട് അവരുടെ കുറച്ച് എടുത്തുചാട്ടങ്ങളും കുസൃതികളൊക്കെ ആയിട്ട് അതുമൂലം അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ മൂവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ബൈ.